അതായത് ചെറുവണ്ണൂരിലെ ദർസ് വിദ്യാർത്ഥികളെ ആക്രമിച്ച RSS ക്രിമിനലുകളെ നിലക്ക് നിർത്താൻ SDP-യുടെ ചെറുവണ്ണൂരിൽ നടന്ന പ്രതിഷേധത്തിൻ്റെ രംഗങ്ങൾ ഞങ്ങളൊക്കെ കണ്ട്. ഇനി വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ SDP-യുടെ RSSനായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ, UDF-ൻ്റെ, പിന്നെ ഈ പറഞ്ഞതുപോലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടീൻ്റെ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രതിഷേധങ്ങളൊക്കെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. ഏതായാലും SDP-യുടെ പ്രതിഷേധമാണ്, ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ അങ്ങനെ ഇത് കണ്ടപ്പോൾ ആലോചിച്ച് പോയത്, ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ സംഘപരിവാര നേതാക്കന്മാരൊക്കെ വിളിച്ചിട്ട് സമസ്തൻ്റെ നേതൃത്വവുമായിട്ട് സംസാരിച്ചിട്ട് പറയും കേസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും അറിയോ, ദർസ് വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണം ചില ആളുകൾ മുതലെടുപ്പ് നടത്തുന്നു. ഏറ്റവും സുഖകരവും ഏറ്റവും പറയാനും എളുപ്പമുള്ള ചില വാക്കുകളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും എല്ലാ ആളുകളും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തെയാണ് അറിയിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് കേവലം ഒരു തല്ല് മാത്രമല്ല, ആ കുട്ടികളോട് ഒരാൾ നിന്ന് വിശദീകരിക്കുന്നുണ്ട്, പോലീസിനോട് വിശദീകരിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നതല്ല, പോലീസിനോട് വിശദീകരിക്കുന്നുണ്ട്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ചോദിച്ചു, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് ആളെ കയറ്റി വിടുന്ന പണിയാണോ എന്നൊക്കെ ചോദിച്ചു. ഒരു കുട്ടിയെ ഇരുട്ടത്തേക്ക് കൊണ്ടുപോയി പന്തികേട് തോന്നിയ കുട്ടികൾ ഇങ്ങോട്ട് തിരിച്ചു മടങ്ങുമ്പോഴാണ് ഇരുട്ടത്ത് കൊണ്ടുപോയി ക്രൂരമായി ആക്രമിക്കുന്നത്. അതൊരു സൈനിക ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്കൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം കൂടി പുറത്തു വരികയാണ്. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ ചെയ്താൽ അവരൊക്കെ മനോഭാവം എന്തായിരിക്കും? ശക്തമായ പ്രതിഷേധത്തെയാണ് ഇവിടെ SDP നടത്തിയത് എന്നുള്ളത്. ഇതാണ് SDP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പ്രത്യേകത. അതാണ്, നിങ്ങൾ എത്ര വിമർശിച്ചാലും ഇവിടെ ചില ആളുകളുടെ, ഈ പാർട്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ ചില ആളുകൾക്ക് ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ പറയാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ രൂപപ്പെട്ടിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ പാർട്ടി, അതിലൂടെ രാഷ്ട്രീയം പറയുന്ന, കൃത്യമായി ജനസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രം ഇവിടെ ഉടലെടുത്തിട്ടുള്ളത്. അതല്ലാതെ ഇവിടെ എവിടെയെങ്കിലും അക്രമം നടത്താനോ അതല്ലെങ്കിൽ ഈ പറയുന്ന കുറേ ആളുകളെ കൊല്ലാനോ ഇവിടെ ഇസ്ലാമിക രാജ്യം വരാനോ ഒന്നും ഈ പറയുന്ന പാർട്ടി ആഗ്രഹിച്ചിട്ടില്ല. പലരും മൗനമായി ഈ പറയുന്ന സംഘപരിവാര ഫാസിസ്റ്റ് നേതാക്കന്മാർക്ക് നാരങ്ങ വെള്ളം കലക്കി അവരെ ജനകീയരാക്കി, മതസംഘടനകളുടെ പരിപാടിയിലൊക്കെ സ്റ്റേജിന്മേൽ കയറ്റി ജനകീയരാക്കി, ഇപ്പുറത്ത് ഓരോ അവരുടെ അജണ്ടകളുമായി നീങ്ങുന്നത് കാണുമ്പോഴും ഇവർക്ക് നാരങ്ങ വെള്ളത്തിനും സ്റ്റേജിന്മേൽ കയറിനും ഒരു കുറവില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൽ നിന്ന് വിഭിന്നമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ ഉടലെടുത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ SDP-യുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ആരൊക്കെ പ്രതിഷേധം നടത്തി, ആരൊക്കെ ഇതിന് പ്രസ്താവന ഇറക്കി എന്നൊക്കെ ഒന്ന് കാണാൻ പൂതിയുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തിയാൽ മതി. എൻ്റെ ഇതിൽ നമുക്കറിയാലോ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ചില മനോഭാവങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. നമ്മളെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ചുമരെഴുതാനും പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ വരുമ്പോൾ, ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാശയമാണെങ്കിൽ പോലും, ഞാനിങ്ങനെ ആലോചിച്ച് പോവാ, ചില ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാലേ ഒരാളെ തൊടുവിൽ തന്നെ ഉണ്ടാവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും SDP-യും അതേപോലെ തന്നെ BJP-യും എല്ലാ മത്സരിക്കുന്ന പാർട്ടികളുടെയൊക്കെ ഒരൊറ്റ കോമ്പൗണ്ടിൽ തന്നെ ഈ അവരുടെ വേലിയുടെ അടുത്തുള്ള മരങ്ങളിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് കാണാം. ആലോചിച്ച് നോക്ക്, അങ്ങനത്തെ ഒരു നാടാണ് നമ്മളെ നാട്. ആ നാട്ടിലാണ് ഇങ്ങനെ കുട്ടികളെ ക്രൂരമായി ആക്രമിച്ചിട്ടുള്ളത്. പോലീസ് നടപടി സ്വീകരിക്കണം. പോലീസ് നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതിഷേധത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൽ വലിയൊരു അനാസ്ഥ ഉണ്ട്, അതിൽ വലിയ ഇടപെടലുകളുണ്ട്.
അപ്പോൾ അതിന് ജനസമൂഹം പ്രതികരിക്കേണ്ടതുണ്ട്. ആ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നാണ് SDPI ഈ പ്രതിഷേധ പ്രകടനം നടത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ആലോചിച്ച് പോവുക, പണ്ടൊരു ഉസ്താദിനെ ഒരു ഹർത്താലാണെന്ന് തോന്നുന്നു അന്ന് ക്രൂരമായി ആക്രമിച്ചത് ഓർമ്മയുണ്ടോ? തലക്ക് കമ്പി ആണി വെച്ച പട്ടിക കൊണ്ടൊക്കെ തല്ലിയിട്ട് ആ ഉസ്താദിന് ഗുരുതരമായ പരിക്ക് പറ്റി. അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ രക്ഷിച്ചെടുത്ത് പോകുന്നതാണ്. RSS സംഘപരിവാര ആളുകളാണ് ആക്രമിച്ചത്. അന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു സംഘടന ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ പിറ്റേന്ന് വന്നത് ചില ആളുകൾ മുതലെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതും ചിലപ്പോൾ അങ്ങനെയൊക്കെ മുതലെടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രസ്താവനകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ വീണ്ടും വീണ്ടും ആളുകൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊക്കെ നിയമ നടപടികൾ ജാഗ്രതയോടുകൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ നിന്നൊക്കെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവേണ്ടത്. നമ്മളങ്ങനെ തയ്യാറാകേണ്ടതുണ്ട്. അതങ്ങനെ തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ അടി കിട്ടുന്നതിനും ഇതിനൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചുറ്റും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇങ്ങനത്തെ മനസ്സിൽ വിഷം കുത്തി നിറച്ച ചില ആളുകൾ നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അത് കോഴിക്കോടാണ് സംഭവിച്ചത്, നാളെ ഇപ്പുറത്ത് സംഭവിക്കില്ല എന്നൊന്നും നമുക്കൊരു ഉറപ്പില്ല. അതിനെ തടയിടേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ്. അവർ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. അത് ഏത് സർക്കാരാണെങ്കിലും ശരി, ഇത് അനീതിയാണ്. ഒരിക്കലും അതിനോട് യോജിച്ചു പോകാൻ കഴിയില്ല. ശക്തമായ നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കും, സർക്കാർ സ്വീകരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.